കൂട്ടുകാരെ, ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹിയർ വിത്ത് രാജ് എന്ന യൂട്യൂബ് ചാനലിലേക്ക്. നമ്മൾ ഇന്ന് 7ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠമാണ് പഠിക്കുന്നത്. സാഫ് സഫായി മേ ഔവൽ ഗാവ്. ഇതൊരു ലേഖനമാണ്. ഇത് എഴുതിയത് ഗാലിബ് കലീമ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം 2003 തിരഞ്ഞെടുക്കപ്പെട്ടത് മേഘാലയയിലെ മാവലിനോങ് ഗ്രാമമാണ്. എന്താണ് ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത? ഈ ഗ്രാമത്തിലെ വൃത്തിയും ശുചിത്വവും ഒക്കെ ആ ഗ്രാമവാസികൾ തന്നെയാണ് ചെയ്യുന്നത്. तो बच्चों, एशिया का सबसे साफ सुंदर गांव है मावलिनोंग. इसे 2003 में एशिया के सबसे साफ सुथरे गांव के तौर में चुना गया था. और इस गांव की खासियत यह है कि यहाँ जितने भी साफ सफाई है वे सब ഗ്രാമവാസി ഹി കർത്തേ ഹെ. പ്ലാസ്റ്റിക്കിന് പൂർണ്ണമായി നിയന്ത്രണമുള്ള ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് മുള കൊണ്ടുണ്ടാക്കിയ ഡസ്റ്റ്ബിന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പുരുഷന്മാരായിരുന്നാലും സ്ത്രീകളായിരുന്നാലും കുട്ടികളായിരുന്നാലും എവിടെയെങ്കിലും വൃത്തിയില്ലാത്ത വസ്തുക്കൾ കണ്ടാൽ അവരപ്പോൾ തന്നെ എന്ത് ചെയ്യും? അത് വൃത്തിയാക്കും. इस गांव में प्लास्टिक पूरी तरह से प्रतिबंधित है. गांव के हर जगह में बांस से बने हुए डस्टबिन लगाए गए हैं. महिला हो, पुरुष हो, बच्चों हो, जो भी हो, इस गांव में कहीं भी अगर गंदगी नजर आती है तो वो फौरन സാഫ് കർ ദേ. ഈ ഗ്രാമവാസികൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന വേളയിലാണ് റോഡിലോ മറ്റും എന്തെങ്കിലും വേസ്റ്റോ കണ്ടാൽ അപ്പോൾ തന്നെ അവരത് എടുത്ത് ഡസ്റ്റ്ബിനിൽ ഇട്ടതിന് ശേഷമേ മുന്നോട്ട് പോകാറുള്ളൂ. അതാണ് ഈ വൃത്തിയുടെ കാര്യത്തിൽ അവരുടെ ജാഗ്രത. सफाई के प्रति इन लोगों की जागरूकता का अंदाजा लगा सकते हैं. वे अगर कहीं भी जा रहे हैं तो रास्ते में कुछ गंदगी या कचरे देखते हैं तो पहले डस्टबिन में डालकर ही उसे वे लोग आगे बढ़ते हैं. ഇങ്ങനെ ഡസ്റ്റ്ബിനിൽ കൂട്ടിയിടുന്ന വേസ്റ്റ് ഒക്കെ പിന്നീട് അവർ അത് വളമാക്കി ഉപയോഗിക്കുന്നുണ്ട്. यहाँ जो बांस से बने हुए डस्टबिन में जो कचरा डालते हैं उन कचरे को ये लोग बाद में खाद बनाते हैं और उस खाद को खेती के लिए प्रयोग करते हैं. 130 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമത്തെ കോളറ എന്ന് പറയുന്ന മഹാമാരി ഭീകരമായ രീതിയിൽ ബാധിച്ചിരുന്നു. അന്ന് ഇവർ തീരുമാനിച്ചതാണ് അസുഖങ്ങളിൽ നിന്നും മോചനം നേടാൻ ഒറ്റ മാർഗം വൃത്തിയാണ്. करीब 130 साल पहले इस गांव में हैजे की बीमारी हो गई थी. लोग बुरी तरह से बीमार पड़ गए थे. तो बीमारी से छुटकारा पाने का एकमात्र उपाय था सफाई करना. ग्रामवासी आज भी कहते हैं उनके पूर्वजों ने कहा था कि तुम सफाई के जरिए ही खुद को बचा सकते हो. चाहे खाना हो, घर हो, जमीन हो, गांव हो, अपना शरीर ही क्यों ना हो, सफाई जरूरी है. तो सफाई के बारे में गांव वाले यही सीख हमें देते हैं. പ്രിയപ്പെട്ട കുട്ടികളെ, ആഹാരമായിരുന്നാലും വീടായിരുന്നാലും ഭൂമിയായിരുന്നാലും ഗ്രാമമായിരുന്നാലും എന്തിനേറെ നമ്മുടെ ശരീരമായിരുന്നാലും വൃത്തിയാണ് ഏറ്റവും അത്യാവശ്യം എന്ന ഒരു തിരിച്ചറിവാണ് മാവിൽനോഗ് ഗ്രാമവാസികൾ നമുക്ക് തരുന്നത്. കുട്ടികളെ, നമ്മൾ സാഫ് സഫായി മേ ഔവൽ ഗാവ് എന്ന ലേഖനം വായിച്ചു. അതിൻ്റെ ആശയം മനസ്സിലാക്കി. ശുചിത്വമാണ് ആരോഗ്യത്തിനും നാടിനും നല്ലത് എന്ന ആശയം നമുക്ക് കിട്ടി. നമുക്കിതിന്റെ മറ്റ് പ്രവർത്തനങ്ങളെ നോക്കാം. മാൻലെ മാവലിനോ ഗാവ് മേ പര്യടക് ആത്തെ ഹൈ, യഹാ സൂചനാ പട്ട് ഹൈ, വോ കൈസാ ഹോഗാ. മാവലിനോഗ് ഗ്രാമത്തിൽ ടൂറിസ്റ്റുകൾ വരുന്നു എങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന സൈൻ ബോർഡുകൾ എന്തായിരിക്കും? അതിൽ എന്തൊക്കെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? ഇതാ ഇവിടെ അതിൻ്റെ തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് എഴുതാവുന്നതാണ്. മാവലിനോഗ് ഏഷ്യ കാ സബ്സെ സാഫ് സുഥറ ഗാവ്. ധ്യാൻ ദേ, ശ്രദ്ധിക്കുക. എന്തായിരിക്കും ശ്രദ്ധിക്കേണ്ടി വരിക? യഹാ കൂടാ കച്ചറ ന ഫേങ്കെ, കൂടേദാൻ കാ ഇസ്തേമാൽ കരേ. പാഠത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വ്യക്തമായി അവിടെ എഴുതിയിട്ടുണ്ട്. മറ്റെന്തൊക്കെ സൂചനകൾ ഇവിടെ കൊടുക്കാൻ കഴിയും? നോക്കാം. ആസ് പാസ് ഗന്ദഗി ന ഫൈലായേ, ആസ് പാസ് ഹമേശ സാഫ് സുഥറ രഖേ. ഇത്തരം സൂചനകൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൊടുക്കാവുന്നതാണ്. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത പ്രവൃത്തിയിൽ നോക്കാം. അതൊരു ചർച്ചയ്ക്കുള്ള വിഷയമാണ്. എന്താണ്? പുനർചക്രൻ സേ പ്രകൃതി കാ ബോജ് കം ഹോ ജാതാ ഹൈ, ചർച്ച കർക്കെ പുനർചക്രൻ കി സൂചി തയ്യാർ കരെ. ഈ പുനർചക്രൻ എന്ന് വെച്ചാൽ റീസൈക്ലിംഗ്. അങ്ങനെ റീസൈക്ലിംഗ് ചെയ്തു കഴിഞ്ഞാൽ പ്രകൃതി കാ ബോജ്, ബോജ് ഭാരം, ഭൂമിയുടെ ഭാരം കുറയും. കം ഹോ ജാതാ ഹൈ. അപ്പൊ ചർച്ചയിൽ നമ്മൾ വരുത്തേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ വസ്തുക്കളാണ് നമുക്ക് പുനർചക്രം ചെയ്യാൻ കഴിയുന്നത്? നോക്കൂ,
അത്തരം വസ്തുക്കളുടെ ലിസ്റ്റ്? नारियल के छिलके से, कांच के टुकड़े से, पुराने जूते से, पुराने कपड़ों से, कागज से, कपड़े से। अब चर्चा करें इन वस्तुओं को क्या हम पुनर्चक्रण कर सकते हैं तो कैसे? അതായിരിക്കണം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കുട്ടികളെ ഈ സ്ക്രീനിൽ നോക്കുക. ഇവിടെ ചില വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുനർചക്രണമാണ് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുക്കൾ. എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലാസ്റ്റിക്, അതിൽ നിന്ന് എന്ത് ഉണ്ടാക്കുന്നു? दूध के डिब्बे. ഇനി कांच से सोडा के डब्बे. इन्हें धातु, ഇരുമ്പ് അവശിഷ്ടങ്ങളും മറ്റും. उससे क्या बनाते हैं? मशीन. और कागज़ से समाचार पत्र, വേസ്റ്റ് കാഗസൊക്കെ മിക്സ് ചെയ്തിട്ടാണ് സമാചാർ പത്ര. ഇത്തരം റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളെ കൂട്ടുകാർ കണ്ടെത്തുമല്ലോ. അടുത്ത ഒരു സന്ദേശവാക്യ ജോഡ്കർ പരിസ്ഥിതി സംരക്ഷൺ पर പോസ്റ്റർ അല്ലെങ്കിൽ ഡിജിറ്റൽ പോസ്റ്റർ ബനാ. അപ്പോൾ ഒരു പോസ്റ്റർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. 5ാം ക്ലാസ്സിൽ നമ്മൾ പോസ്റ്റർ തുടങ്ങി, 6ൽ നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കി, ഇപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പൂർണ്ണ രൂപത്തിലുള്ള പോസ്റ്റർ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ പോസ്റ്റർ തയ്യാറാക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇവിടെ സന്ദേശവാലെ പോസ്റ്റർ, നമ്മുടെ ചോദ്യത്തിൽ ഡിജിറ്റൽ പോസ്റ്ററും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പെയിൻറ്റിൻ്റെ ഓപ്ഷൻ എടുത്ത് നമ്മളത് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ നോക്കുക, ഒരു സന്ദേശവാലെ പോസ്റ്റർ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം? സൂചിത് ആശയ ഹോനാ ചാഹിയെ. എന്ത് ആശയമാണോ നമുക്ക് പോസ്റ്ററിനായി തന്നിരിക്കുന്നത് ആ ആശയം വ്യക്തമാകുന്നതായിരിക്കണം പോസ്റ്റർ. ഛോട്ടെ വാക്യ അല്ലെ വാക്യാംശം ലിഖെ. ചെറിയ വാക്കുകളോ വാക്യാംശത്തിലോ വേണം അതിനാവശ്യമായ ആശയങ്ങൾ എഴുതേണ്ടത്. ബഡേ ആശയക്കോ ഛോട്ടെ പ്രഭാവശാലി വാക്യോമേ ലിഖി. വലിയ വലിയ ആശയങ്ങളുണ്ടെങ്കിൽ വലിയ സെൻറ്റൻസുകളായി എഴുതാൻ പാടില്ല. ആ ആശയങ്ങളെ വളരെ ചുരുക്കി നല്ല ശക്തമായിട്ടുള്ള വാക്യങ്ങൾ വേണം എഴുതാനുള്ളത്. പിന്നെ നമ്മൾ പോസ്റ്ററിന് വേണ്ടി പ്രയോഗിക്കുന്ന ഭാഷ എങ്ങനെയായിരിക്കണം? സരൾ, ലളിതമായിരിക്കണം, സ്പഷ്ടമായിരിക്കണം. പഠനീയ മീൻസ് റീഡബിൾ, മറ്റുള്ളവർ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇനി ആകർഷക് കേവൽ ചിത്ര ബനാനേമനെയും കൂട്ടുകാർ പലരും ചെയ്യുന്നത് എന്താണ്? വലിയ കുറേ പടങ്ങളൊക്കെ വരച്ച് അവർ വയ്ക്കും. ശരിക്കും ആകർഷകമാക്കുക എന്ന് വെച്ചാൽ പടം വരയ്ക്കുകയല്ല. കേവൽ ചിത്ര ബനാനേമനെയും പിന്നെയോ ലേ ഔട്ട് ഭി ഹോനാ ചെയ്യേ. നല്ലൊരു ലേ ഔട്ട് ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്ന പോസ്റ്ററിന് നല്ലൊരു ലേ ഔട്ട് ഉണ്ടാവണം. ഏറ്റവും മുകളിലത്തെ ഹെഡിങ്, തലക്കെട്ടിന് അതിൻ്റെ ആ അക്ഷരങ്ങൾക്കുള്ള കനം, അപ്പോൾ ഒരു ലേ ഔട്ടും മുകളിൽ നോക്കുമ്പോൾ നല്ല ക്രമത്തിൽ അടുക്കി വെച്ചതുപോലെ തോന്നണം. ഓർ ലിഖാവട്ട്, എഴുത്ത്. പിന്നെന്താണ്? ശബ്ദോക്കെ ആകാർ, ലിഖാവട്ട്, വിന്യാസ്, രംഗ് और खाली स्थान का उपयोग. ഇപ്പോൾ പോസ്റ്റർ എഴുതുമ്പോഴും നമ്മൾ ശബ്ദോക്കെ ആകാർ, നമ്മളിടുന്ന വാക്കുകൾ, ഇപ്പോൾ തലക്കെട്ട് എഴുതുമ്പോൾ തലക്കെട്ട് ഇടുന്ന പോലെ ആയിരിക്കുമല്ലോ അതിൻ്റെ തൊട്ട് താഴെയുള്ള സന്ദേശം എഴുതുന്നത്. അപ്പോൾ തലക്കെട്ടിന് കുറച്ച് കട്ടിയുള്ള വാക്ക്, അപ്പോൾ ഫോണ്ട് വ്യത്യാസമായിരിക്കും. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിലുള്ളതുപോലെ ഫോണ്ട് എടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ കുറച്ച് കട്ടിക്ക് നല്ല കളറാക്കി നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ തലക്കെട്ട് എഴുതാം. പിന്നെ അതിൻ്റെ വിന്യാസം, ഇത് ഓരോന്നും എഴുതുന്ന രീതി. ഒരു പോസ്റ്റർ വരയ്ക്കുമ്പോൾ പോസ്റ്ററിൻ്റെ തലക്കെട്ട് എവിടെ വേണം, സന്ദേശം എവിടെ വേണം. ഇപ്പോൾ എല്ലാവരും ആരെങ്കിലും സ്വാഗതം ചെയ്യണം, ഏറ്റവും താഴെ സ്വാഗതത്തിൻ്റെ ഇത് വേണം. അപ്പോൾ ഒരു ക്രമമുണ്ട്. ആ ക്രമവും നോക്കി. രംഗ് और खाली स्थान का उपयोग. പോസ്റ്ററിൻ്റെ ഒരു ഭാഗം മൊത്തം ഒഴിഞ്ഞു കിടക്കുകയാണ്, പോസ്റ്ററിൻ്റെ ഒരു സൈഡിൽ മാത്രം നമ്മൾ മാറ്റി എഴുതുകയാണെങ്കിൽ അത് കാണാൻ അഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്ററിൻ്റെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ ഉപയോഗിക്കണം. और നല്ല നിറങ്ങൾ ആവശ്യത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്താൽ മതി? ഉപയോഗിച്ചാൽ മതി. അല്ലാതെ നിറങ്ങൾ കോരി ഇടുന്നവർ കാണിക്കരുത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൂട്ടുകാർ എന്ത് ചെയ്യണം? പോസ്റ്ററുകൾ തയ്യാറാക്കണം. അപ്പോൾ അവ മികച്ച പോസ്റ്ററുകളാവും. ചെയ്യുമല്ലോ എല്ലാവരും. अब हम परिस्थिति संरक्षण के लिए कुछ संदेश वाक्य देखें. प्रकृति को बचाना है, प्रदूषण मुक्त बनाना है, पर्यावरण की रक्षा, मानवता की सुरक्षा, हरा भरा हो संसार, यही है पर्यावरण का उपहार, पर्यावरण को न करो नष्ट, सांस लेना होगा कष्ट. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സാഫ് സഫായി മേ അവൽ ഗാവ് പാഠം നിങ്ങൾക്കെല്ലാവർക്കും നന്നായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പ്രവർത്തനങ്ങളും വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. ക്ലാസ് മുറിയിൽ നടക്കുന്ന പ്രവർത്തനവും ഈ വീഡിയോവും കണ്ട് നിങ്ങൾ നല്ല മാർക്ക്, എക്സാമിന് നല്ല സ്കോർ ചെയ്യണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം. എങ്കിൽ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും.